ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ജനൽ തുറന്നപ്പോഴത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. ചെറുതായിട്ടൊന്ന് മഴ തൂളുന്നുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ വിരുന്ന് വരാറുള്ള കുറച്ച് കുഞ്ഞു അതിഥികളെയാട്ടെ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകണം. അപ്പോൾ രാവിലെ തന്നെ ഒരാളെ പണി നോക്കിയേ. അപ്പോൾ ഇതാ ഫസ്റ്റ് വൺ നമ്മുടെ കുയിലമ്മയാണ് കേട്ടോ. ഇവളൊരു വിസിറ്ററായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. നമ്മൾ ഡെയിലി എന്നോളം കാണുന്ന ഒരാളാണ് ഇവള്. നമ്മുടെ തെക്കയിൽ മൾബറി മരവും അതുപോലെ ആത്തച്ചക്ക ഉണ്ടായി കഴിഞ്ഞാലൊക്കെ കഴിക്കാൻ ഇവളെത്തും കേട്ടോ. ഇപ്പോഴായി പിന്നെ അവൾക്കത് കൊടുക്കാറില്ല, എൻ്റെ മക്കൾ കഴിക്കും. ഇതാ നമ്മുടെ കൊക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ചെടിയൊക്കെ നനയ്ക്കുമ്പോൾ എപ്പോഴും ഇവള് വരാറുണ്ട് കേട്ടോ. എൻ്റെ മക്കളാണെന്ന് വെച്ചാൽ വെള്ളം ചീറ്റിച്ച് വേഗം തന്നെ ഇവളെ ഓടിക്കുകയും ചെയ്യും. കൊക്ക് അങ്ങനെ പറന്നു പോയിട്ടാ. പിന്നെ ഇതാ ഒരു ദിവസം വന്നതാണ് ഈ പോത്ത്. നമ്മുടെ ഈ പരിസരത്ത് ഒരു 2-3 മണിക്കൂറോളം നിന്ന് നമ്മളൊക്കെ ആകെ പേടിച്ച് പോയിട്ടാ. തീരെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാണ്ടിരുന്നു. അപ്പോൾ അതാ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് എത്തിയ ഒരു വിരുന്നുകാരനാണ് കേട്ടോ ഇയാൾ. ഇയാളെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഉമ്മ പറഞ്ഞത് എരണ്ടാണെന്നാണ്. അപ്പോൾ കറക്റ്റ് പേര് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കൊക്കിൻ്റെ പോലെ തന്നെ ഉണ്ടല്ലോ കാണാൻ, എന്ത് ഭംഗിയാണ് കാണാൻ. അതിന് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ. പിന്നെ കാണാറുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ മയിൽക്കൂട്ടത്തെ. ഇവരെപ്പോഴും ഒരു 5-10 ആൾക്കാരായിട്ട് ഒരുമിച്ച് വരാറാണ് കേട്ടോ പതിവ്. ആണും പെണ്ണും ഒക്കെ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ വഴിയിൽ കൂടെ ഒക്കെ ഇവർ നടക്കാറുണ്ട് കേട്ടോ. അതിലപ്പോൾ ഇതാ ഒരെണ്ണം നമ്മുടെ ടെറസിൻ്റെ മേലേക്കാണ് പറന്ന് കയറിയത്. പിന്നെ ഇതാ നമ്മുടെ അണ്ണാൻകുട്ടീനൊക്കെ കാണാറുണ്ട് കേട്ടോ. ഇവരെപ്പോൾ കണ്ടാലും ഞാൻ വേഗം ഫോട്ടോവും വീഡിയോ ഒക്കെ എടുക്കും. ഇവർ ഭക്ഷണം കഴിക്കുന്ന രീതിയും പിന്നെ ഇവരെ കുഞ്ഞുങ്ങളെ വിളിക്കുന്ന രീതിയൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. പിന്നെ ഞാൻ നമ്മുടെ മതിലിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ബിസ്ക്കറ്റും അങ്ങനെ ബ്രെഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്. അതൊക്കെ ഇവർ കഴിക്കാനായിട്ട് സ്ഥിരം വരാറുള്ള സമയത്ത് തന്നെ അവരെത്തിയിരിക്കും. നമ്മളിവരെ നോക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം അടുത്ത് പോയിട്ട് ശല്യപ്പെടുത്താറൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെച്ചാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ മിസ്സായിപ്പോവും. പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത ബിസ്ക്കറ്റാണ് കേട്ടോ ഇയാളിരുന്ന് കഴിക്കുന്നത്. ആ ബിസ്ക്കറ്റ് 2 കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം എന്നെ പോലത്തെ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ മൃഗങ്ങളെയും പക്ഷികളൊക്കെ ഇങ്ങനെ വീക്ഷിച്ചും ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇവർ താമസിക്കുന്നത് നമ്മുടെ കറുകമരത്തുമ്മലാണ് കേട്ടോ. പിന്നെ അതാ ഒരു ദിവസം നമ്മുടെ ഗാർഡനിൽ കണ്ട ഒരാളാണത്. ഇതൊരു ചെറിയാമ്പുഴാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. വൈറ്റും ബ്ലാക്കൊക്കെ ഒരു കോമ്പിനേഷനിലൊരു പുഴു. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇതാ ഒരു ദിവസം നമ്മുടെ നീലപ്പൊന്മാനെത്തി. പിന്നെ ഒരു ദിവസം വന്നതാണ് കേട്ടോ ഈ പൂമ്പാറ്റക്കുട്ടി. പക്ഷേ ഇത് ചത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ കയ്യിലൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഫോട്ടോ എടുത്തുന്നുള്ളൂ. വിഷമായി പോയിട്ടാ. നല്ല ഭംഗിയുള്ളൊരു തുമ്പിയായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ പാമ്പ് സാറാണ് കേട്ടോ. നമ്മുടെ ചേര സാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത് പോയി ഇന്ന് ഈ വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് തരില്ലല്ലോ. ഉമ്മ ചീത്തൊക്കെ പറഞ്ഞു വന്നാലും ഞാനൊന്ന് പോയി ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തതാണ്. പിന്നെ ഇതാ നമ്മുടെ മിട്ടു. ഇവള് നമ്മുടെ അതിഥിയൊന്നുമല്ല, നമ്മുടെ സ്വന്തം ആളാണ്. അതായത് കുട്ടികളുടെ പാവ ഒക്കെ ആയിട്ട് കളിക്കുന്നതാണ് ഇവളുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വൈകിട്ടായപ്പോൾ ഒരു ചായയൊക്കെ ഇട്ട് നേരെ ഞാൻ ബാൽക്കണിയിൽ പോയിട്ട് ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക്